സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിച്ചുകൊണ്ട് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്ന ടൈറ്റിൽ ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതില് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി എന്നൊരു ടെർമിനോളജി ഉപയോഗിച്ചു. അത് ചിലർക്കൊക്കെ ഒരുപാട് അങ്ങ് ബുദ്ധിമുട്ടുണ്ടായി അത് കേട്ടപ്പോഴൊക്കെ. എന്തോ ഈ രക്തത്തിനെന്തോ ആ ശക്തി എന്നൊക്കെയാ ഉള്ള ചില കമന്റ് ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് അതിന് മറുപടി പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ആ വിഷയത്തെ ആസ്പദമാക്കി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിശ്വാസത്തിലെ അതിപ്രധാനമായ ഒരു കാര്യമാണ് ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്നുള്ളത്. അപ്പൊ അത് അവരുടെ ഹൃദയത്തിൽ അടിത്തട്ടിൽ എഴുതിയപ്പെട്ടിരിക്കുന്ന ഒരു അവിതർക്കിതമായ, ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസമായതുകൊണ്ട് ദൈവമക്കളായ ആളുകൾ എപ്പോഴും യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന് പറയാറുണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം എന്ന് പറയാറുണ്ട്. യേശുവിന്റെ രക്തത്താൽ മുദ്ര വയ്ക്കുന്നു എന്ന് പറയാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് വലിയ അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥതയുള്ളവർക്ക് മനസ്സിലാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കേട്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടിയാണ് എക്സ്ക്ലൂസീവ്ലി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൽ ചില ധാരണകൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവരും. ഒന്നാമത്തെ കാര്യം, ഈ കുഞ്ഞാടിന്റെ രക്തത്തിൽ മുദ്ര വയ്ക്കുക, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക, രക്തത്താൽ ജയമെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് റിച്വൽസിൽ ആരംഭിച്ച ഒരു ഷാഡോയുടെ ഫുൾഫിൽമെന്റ് ആണ്. 3500 വർഷങ്ങൾക്ക് മുന്നേ ഇന്നേക്ക് മിസ്രൈമിൽ അടിമകളായിരുന്ന ഒരു വിഭാഗം ആളുകളെ അവിടുന്ന് വിടുവിച്ച് വാഗ്ദത്ത കനാലിൽ എത്തിക്കുന്നതിന് വേണ്ടി ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം അവരുടെ പിതാക്കന്മാരോട് ഒരു കാര്യം പറഞ്ഞു. അവരുടെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ കാര്യം, നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടുവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന ദിവസം ഒരു പ്രത്യേക കർമ്മം ചെയ്യണം. ആ കർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച് ഒരു ആട്ടുകൊറ്റനെ എടുക്കണം. ആട്ടുകൊറ്റനെ എടുത്തിട്ട് ആ ആട്ടുകൊറ്റന്റെ രക്തം നിങ്ങൾ ആട്ടുകൊറ്റനെ യാഗം കഴിച്ച് ആട്ടുകൊറ്റനെ അറുത്തിട്ട് അതിന്റെ രക്തം കുറച്ചെടുത്ത് നിങ്ങളുടെ കട്ടിൽ കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. കട്ടിൽ കാലിന്മേലും കുറുമ്പടിമേലും ഈസോപ്പ് തണ്ടുകൊണ്ട് ഈ രക്തം എടുത്ത് പുരട്ടണം. എന്തിനാണ് ഈ രക്തം എടുത്ത് പുരട്ടുന്നത്? കാരണം ഇന്ന് രാത്രി, അതായത് ആബീബ് മാസം 14 ഇസ്രയേലിന്റെ കലണ്ടർ അനുസരിച്ചുള്ള ആ രാത്രി ഒരു സംഹാരദൂതൻ മിസ്രൈം ദേശത്തുകൂടെ കടന്നുപോകും. സംഹാരദൂതൻ കടന്നു പോകുന്ന എല്ലാ വീട്ടിലെയും കടിഞ്ഞൂണായ ആണിനെയും പെണ്ണിനെയും, ആണിനെ മൃഗത്തിന്റെയും മനുഷ്യരുടെയും ആണിനെ കൊന്നുകളയും. എല്ലാ വീട്ടിലെയും മൃഗങ്ങളുടെയും മനുഷ്യന്റെയും മൂത്ത ആണിനെ കൊന്നുകളയും. ഇതാണ് സംഹാരം. ഈ സംഹാരദൂതൻ നിങ്ങളുടെ വീടുകൾ കയറാതിരിക്കുന്നതിന്, ഇത് ദൈവമക്കളുടെ വീടാണ്, മിസ്രയീമിനല്ല, ഇസ്രയേൽ മക്കളുടെ വീടാണെന്ന് അവർക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. എന്തിനു വേണ്ടി? ഈ രക്തം കണ്ടു കഴിയുമ്പോൾ ഇതാള് വേറെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരവിടുന്ന് നിങ്ങളുടെ വീടിനെ സംഹാരദൂതൻ കയറാതെ കൊല്ലാതെ സംരക്ഷിക്കും. അപ്പൊ ഈ ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട് മനുഷ്യന് രക്ഷയുണ്ട്, വിടുതലുണ്ട് എന്നുള്ള കൺസെപ്റ്റ്, രക്തം കൊണ്ട് മുദ്ര വയ്ക്കുക എന്ന കൺസെപ്റ്റ്, ഇതാദ്യം തുടങ്ങിയത് 3500 വർഷം മുമ്പ് മിസ്രൈമിലായിരുന്നു. ഇനി ഒരു ടെർമിനോളജി ഉണ്ട്.
ഇത് നിഴലാണ്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി യാഗമായി തീരാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നു ഇത്. പക്ഷെ ഈ നിഴലായി മൃഗത്തെ പറ്റി സംസാരിക്കുമ്പോൾ ദീർഘവർഷങ്ങളുടെ ട്രാൻസ്ലേഷന്റെ എറർ കൊണ്ട് വിശുദ്ധ എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണെന്ന് അർത്ഥം തിരിച്ചറിയാൻ കഴിയാത്ത 1611 ഇംഗ്ലീഷ് പരിഭാഷയിൽ ഉണ്ടായ ചില മിസ്റ്റേക്ക് കാരണം ആളുകൾ വിചാരിച്ചു ഇത് ആട്ടിൻകുട്ടിയാണെന്ന്, ഇത് കുഞ്ഞാടാണെന്ന് വിചാരിച്ചു. നമ്മൾ ഈ കാണുന്നതാണ് കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ എന്തിനുമുള്ള മേ എന്ന് പറഞ്ഞ് അലിച്ചുകൊണ്ട് നടക്കും. അതിനോട് തോളത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് ബബ്ബ എന്ന് വെച്ചുകൊണ്ട് കൊഞ്ചിച്ചുകൊണ്ട് നടക്കാൻ കഴിയും. ഇനി ഇതിനെ ചില പ്രത്യേക യാഗങ്ങൾക്ക് വേണ്ടി യാഗവസ്തുവായി യാഗമൃഗമായി അറക്കാറുണ്ട്. ഇവിടെ ഇനി പാപത്തിന്റെ പരിഹാരമായിട്ട് യാഗമായി മാറി എന്ന് പറയുന്നത് അത് ദൈവപുത്രന്റെ പ്രതീകമായ മൃഗമാണ്. ദൈവപുത്രൻ പ്രതീകമായ മൃഗമാകുമെന്ന് പറയുമ്പം ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി യാഗപുത്രന്റെ കാൽവറിയിൽ കയറുമ്പോൾ തനിക്ക് 33 വയസ്സുണ്ട്. 33 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസിന്റെ പെർഫെക്ഷനാണ്. ഒരു പുരുഷന്റെ ഏറ്റവും കരുത്തും ബലമുള്ള സമയമാണ് 33ാമത്തെ വയസ്സെന്ന് പറയുന്നത്. അപ്പൊ 33ാമത്തെ വയസ്സിലെ കരുത്തനായ മനുഷ്യനാണ് പാപം വഹിക്കുവാൻ ശക്തിയുള്ളൂ. അപ്പൊ തൻ്റെ പ്രതിബിംബമായി നിഴലായി പഴയകാലത്തിൽ അറക്കപ്പെട്ടിരുന്ന പാപയാഗത്തിന്റെ ആട്ടുകൊറ്റൻ എന്ന് പറയുമ്പോൾ ചെമ്മരിയാടാണെങ്കിലും കോലാടാണെങ്കിലും 1 വയസ്സുള്ള ആട്ടുകൊറ്റനായിരിക്കണം. 1 വയസ്സുള്ള ആട്ടുകൊറ്റൻ എന്ന് പറഞ്ഞാൽ റാം ആട്ടുകൊറ്റൻ. ഈ റാം എന്ന വേർഡ് ഇത് ഒരാടിന്റെ 1 വയസ്സുള്ള ആടെന്ന് പറയുന്നത് അതിന്റെ ആരോഗ്യത്തിന്റെ പെർഫെക്ഷന്, അതിന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും നല്ല സമയത്ത് എത്തിക്കഴിഞ്ഞു. ഈ ആട്ടുകൊറ്റനെയാണ് അറക്കേണ്ടത് പാപയാഗത്തിന്, പാപപരിഹാര യാഗത്തിന്, വിടുതലിന്റെ യാഗത്തിന്. മറ്റേതൊക്കെ ദൈവപ്രസാദത്തിനുള്ള ലഭിക്കേണ്ടതായ ഹോമയാഗത്തിന് കുഞ്ഞാടിനെ യാഗം കഴിക്കാം. പക്ഷെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് മലയാളം പരിഭാഷകര് ആട്ടുകൊറ്റൻ എന്നെഴുതേണ്ടിടത്തൊക്കെ കുഞ്ഞാടെന്നും, കുഞ്ഞാടെന്ന് എഴുതേണ്ടിടത്ത് ആട്ടുകൊറ്റൻ എന്നും മാറ്റി എഴുതിയുകൊണ്ട് പറ്റിയ കുഴപ്പമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാടെന്തോ ആട്ടുകൊറ്റൻ എന്തോ ഈ രണ്ടും തമ്മിലുള്ള രക്തത്തിന്റെ വ്യത്യാസം എന്താണ്, എവിടെ ഏത് ഉപയോഗിക്കണമെന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തലമുറ നിർഭാഗ്യവശാലായി ഉണ്ടായി എന്നുള്ളതാണ് കഷ്ടകരമായ കാര്യം. അതുകൊണ്ട് നമ്മുടെ പാട്ടുകളെല്ലാം അങ്ങനെ ആയിപ്പോയി. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, താൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പ്രാപിച്ചു. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ അല്ല, ശരിക്കും എങ്ങനെയാണ്? റാം ആട്ടുകൊറ്റന്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്നായിരുന്നു എഴുതേണ്ടത്. മാത്രമല്ല നമ്മുടെ പാട്ടുകൾ മുഴുവൻ അങ്ങനെ പറഞ്ഞാൽ കുഞ്ഞാടേ ഈ കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറക്കപ്പെട്ടെന്ന് തുടങ്ങുന്ന ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ നീ എന്ന് പറയുന്ന പാട്ടൊക്കെ തിരുത്തേണ്ടതാണ്. ഇപ്പൊ തിരുത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയാൽ മതി. ഇത് കുഞ്ഞാട് ഞാൻ ഈ കാണിക്കുന്ന ഈ കുഞ്ഞന് പാപം വഹിക്കാൻ കഴിവുള്ള കുഞ്ഞനല്ല, മറിച്ച് ഇവിടെ കാണുന്ന ബലമുള്ള ആട്ടുകൊറ്റനാണ് യാഗത്തിന് ഉള്ള മൃഗമെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം അതാണ്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാൻ പോവാണ്. എന്തായിരുന്നു ഈ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അന്ന് സംഭവിച്ചിരുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറയാൻ പോവാണ്. ഈ കുഞ്ഞാടിൻ രക്തത്തിന്റെ ശക്തി എന്ന വിഷയത്തിലേക്കാണ് നമ്മളിപ്പോ ഇനി കടക്കാൻ പോകുന്നത്. കുഞ്ഞാടിൻ രക്തത്തിന്റെ ശക്തി എന്ന വിഷയത്തിലേക്ക് നമ്മൾ ഇവിടെ കടന്നു വരാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്? വാട്ട് വി ആർ ഗോയിങ് ടു ഡു? ഈ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എന്തൊക്കെയാണ് സാധിച്ചിരുന്നത്? അത് ഞാൻ പറഞ്ഞു. ദ റിയൽ ആനിമൽ എന്ന് പറയുന്നത് റാം, ഹീബ്രു അയ്യീൽ എന്നും, കുഞ്ഞാടെന്ന് പറയുന്നത് കസബ്, ലാം എന്നുമാണ്. ഇതാദ്യം മനസ്സിലാക്കണം. ഈ രക്തം അന്ന് ചെയ്തത് സംഹാരദൂതനെ അകറ്റി നിർത്തി. ഇസ്രയേലിന്റെ വീടുകളിൽ സംഹാരദൂതൻ കയറാതിരിക്കാൻ വേണ്ടി. രണ്ടാമത് ചെയ്തത്
ഇസ്രായേലിനെ സംരക്ഷിച്ച് നിർത്തി. ഇസ്രായേലിനെ സംരക്ഷിച്ച് നിർത്തി. അതായത് ഇത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് രണ്ട് ട്രഡീഷൻസ് അന്ന് അവിടെ ആരംഭിച്ചു. ഒന്ന്, രക്തം കൊണ്ട് മുദ്രയിടുക എന്നുള്ളതും, രണ്ട്, രക്തം തളിക്കുക എന്നുള്ളതും. ഇപ്പൊ ആളുകൾ എന്നോട് ചോദിക്കും, വീട് രക്തം കൊണ്ട് മുദ്രയിടുന്നത് ശരിയാണോ? കാറിനെ രക്തത്താൽ മുദ്ര വെക്കാമോ? നമ്മുടെ സാധനങ്ങൾ രക്തത്താൽ മുദ്ര വെക്കാമോ? യെസ്, അങ്ങനെയാണല്ലോ തുടങ്ങിയത്. വീടിന്റെ മണ്ടയ്ക്ക് ചോര കൊണ്ട് മുദ്ര കുത്തിയാണ് രക്തത്താൽ മുദ്ര വെക്കുക എന്ന കൺസെപ്റ്റ് തുടങ്ങിയെങ്കിൽ, കിടന്നുറങ്ങുന്ന വീട് രക്തത്താൽ മുദ്ര വെക്കാമെങ്കിൽ തീർച്ചയായിട്ടും സഞ്ചരിക്കുന്ന വാഹനവും രക്തത്താൽ മുദ്ര വെക്കാം. There is no doubt about it. അടുത്തത്, എല്ലാ യാഗങ്ങളിലും രക്തം തളിക്കുമായിരുന്നു. യാഗപീഠത്തിന്റെ മുമ്പിൽ രക്തം തളിക്കുമായിരുന്നു. അപ്പൊ രക്തം തളിക്കുക, സ്പ്രിംഗ്ലിംഗ് ഓഫ് ദ ബ്ലഡ് എന്ന് പറയുന്നത് അതിപ്രധാനമായ കാര്യമായിരുന്നു എല്ലാ യാഗങ്ങളിലും യഹൂദന്മാരുടെ. അത് മുഴുവനും ദൈവകുഞ്ഞാടെന്ന യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്താൽ സമ്പൂർണമായി തീർന്നതായ, നേടിയെടുത്തതായ കാര്യങ്ങളുടെ നിഴലായിരുന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം ഈ ഭൂമിയിൽ 3 വീണത്. ആദ്യമായ രക്തം വീണത് യേശുക്രിസ്തു നിലത്ത് കമണ് വീണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വിയർപ്പ് നിലത്ത് വീണ വലിയ ചോരത്തുള്ളികൾ പോലെയായി. അത് ഗത്സമനായിലാണ്. ആ രക്തം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ആ രക്തം സംസാരിക്കുന്ന രക്തമാണ്. ഭൂമിയിൽ ആദ്യം വീണ രക്തം എന്ന് പറയുന്നത് ഹാബേലിന്റെ രക്തമാണ്. അത് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതികാരത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം ഗത്സമനായിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ രക്തത്തിൽ കൂടി ആശ്രയിച്ച് ദൈവസന്നിധിയിൽ വരുന്ന എല്ലാ ദൈവങ്ങൾക്കും നന്മയുണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം, രക്ഷ ഉണ്ടാകണം, വിടുതലുണ്ടാകണം, രോഗശാന്തി ഉണ്ടാകണം, സംരക്ഷണം ഉണ്ടാകണം, വീണ്ടെടുപ്പുണ്ടാകണം, ശുദ്ധീകരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രക്തമാണ്. യെസ്, അവിടെയാണ് യേശുവിന്റെ രക്തം ആദ്യം വീണത്. യേശുവിന്റെ രക്തം രണ്ടാമത് വീണത് അവിടെ മുതൽ തുടങ്ങുക. പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ വിവസ്ത്രനായ നസറനായ യേശുവിനെ അടിച്ചു തകർത്ത് അടി മുതൽ മുടി വരെ ചാട്ടവാര കൊണ്ട് റോമ പടയാളികൾ അടിച്ചു തകർക്കുമ്പോൾ അവിടെ മുഴുവൻ ചോര കൊണ്ട് വീണു. ഇതിന് പറയുന്ന അടിപ്പിടറുകളാണെന്നാണ്. എന്തിനാണ് യേശുവിന്റെ ശരീരം അടി മുതൽ മുടി വരെ അടിച്ചു തകർക്കപ്പെട്ടത്? പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ അടിച്ചു തകർപ്പുകളാൻ്റെ കാരണമുണ്ട്. മനുഷ്യരാശിയുടെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി കഴിഞ്ഞ 2000 വർഷമായി പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ നിന്ന് ഒരു രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രക്തത്തിൽ ആശ്രയിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വരുന്ന സകലർക്കും രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി ഇന്നും ലക്ഷോപലക്ഷം ആളുകൾ ആ രക്തത്തിന്റെ ശക്തിയാൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൗഖ്യം പ്രാപിച്ച ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ ആ രക്തത്തിന്റെ ശക്തി എന്താണ് തിരിച്ചറിയാൻ കഴിയും. യെസ്, ഈ രക്തമാണ് മനുഷ്യരാശിയെ വിലയ്ക്ക് വാങ്ങിയത്. പാപത്തിന് അടിമയായി സാത്താന്റെ കീഴിൽ പെട്ടുപോയ മനുഷ്യനെ അവന്റെ ജീവന്റെ മറുവലയായിട്ട് ഈ രക്തം കൊടുത്ത് യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. അത് വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വരികയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. കാര്യം വീഡിയോയിൽ ഇത് മുഴുവൻ ചെയ്യാൻ കഴിയത്തില്ല. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിൽ പറയുക, കുഞ്ഞാടേ, ചാവിടല്ല ഉപയോഗിക്കേണ്ടത്, ദ റാം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആട്ടുകൊറ്റൻ, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് അറുക്കപ്പെട്ടു, അങ്ങയുടെ രക്തം കൊണ്ട് ഗോത്രത്തിൽ നിന്ന്, ഭാഷയിൽ നിന്ന്, വംശത്തിൽ നിന്ന്, ജാതികളിൽ നിന്ന് ഞങ്ങളെ അങ്ങ് വിലയ്ക്ക് വാങ്ങി അങ്ങയുടെ ദൈവത്തിന് ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അങ്ങയുടെ ദൈവത്തിന് ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു എന്ന് പറഞ്ഞ ഒരു പാടുകയാണ്.
ഇതാണ് രക്തത്തിന്റെ ശക്തി. പാപിയെ വിലയ്ക്ക് വാങ്ങി വിശുദ്ധീകരിക്കുന്നതിനുള്ള രക്തത്തിൽ ദൈവകുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കണ്ണുനീർ നിറഞ്ഞു പോയിട്ട് എനിക്കിത് വായിക്കാൻ കഴിയുന്നില്ല. ഈ രക്തത്തിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് കാൽവറിൽ ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തത്തിനല്ലാതെ ഒന്നിനും കഴിയത്തില്ല. കഴിഞ്ഞ 2000-ലധികം വർഷങ്ങളായി കോടാനുകൂടി ആളുകൾ ഈ രക്തത്തിൽ ആശ്രയിച്ച് പാപത്തിൽ നിന്നുള്ള ക്ലെൻസിങ് പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രക്തമാണ് ഒരു വിജയ ജീവിതം ചെയ്യുന്നതിന്, മനുഷ്യനെ സഹായിക്കുന്നതിന് മൂന്നാമത്തെ കാര്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി തങ്ങളുടെ സാക്ഷിയിൽ വചനം കൊണ്ടും സാത്താനെ ജയിച്ചു. ഞങ്ങള് പിച്ചാത്തി കൊണ്ടും കൊടുവാട് കൊണ്ടും ജയിക്കുന്നവരല്ല. എതിർക്കുന്നവരെ എതിർവശത്തുനിന്ന് കാലും കൈയും വെട്ടിമാറ്റി ജയിക്കുന്നവരല്ല. ഞങ്ങൾക്ക് ജയിക്കുവാൻ ഞങ്ങൾക്കൊരു കൊടിയടയാളമുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. ആ രക്തത്തിന്റെ ശക്തിയിൽ എന്നൊക്കെ ഞങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടോ, ആ രക്തത്തിന്റെ ശക്തിയിൽ എന്നൊക്കെ ഞങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടോ, അന്നൊക്കെ ആ രക്തത്തിന്റെ ശക്തി കൊണ്ട് ഞങ്ങൾക്ക് ജയം ലഭിച്ചിട്ടുണ്ട്. ഇനി 4-ാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന്റെ രക്തമാണ് മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുന്നത്. എബ്രായർ 9-ാം അധ്യായത്തിന്റെ 13-14 വായിക്കുന്നത്, യേശു ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മരണപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുപസ്പവും ജഡീയ ശുദ്ധി മാത്രം വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതിനുള്ള ശക്തി ഈ രക്തത്തിലുണ്ട്. ഇനി അടുത്തത്, ഒരു മനുഷ്യന് തൻ്റെ ഒരു ദൈവ പൈതലിന്, അങ്ങനെ പറയുന്ന കുറെ കൂടെ ശരി, ഒരു ദൈവ പൈതലിന് തൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ആരോട് ചെന്ന് പറയും, എവിടെ പറഞ്ഞാൽ ഈ കാര്യം സാധിക്കും എന്ന് വിഷമിച്ച് ഭാരപ്പെടുന്ന സമയത്ത് അവന് ചെന്ന് അവന്റെ കാര്യം പറയാനൊരിടമുണ്ട്. ആ കാര്യം പറയാനുള്ള ഇടമെന്ന് പറയുന്നത് ദൈവസന്നിധിയാണ്. കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കൃപാസനമാണ്. പഴയ കാലത്ത് ഈ കൃപാസനത്തോട് അടുത്തു വരുന്നതിന് വേണ്ടി യഹൂദന്റെ മഹാപുരോഹിതനല്ലാതെ ആർക്കും കഴിയത്തില്ലായിരുന്നു. യഹൂദന്റെ മഹാപുരോഹിതനല്ലാതെ ആർക്കും ഈ കൃപാസനത്തിൽ അടുത്ത് വരാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ നിയമകാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. എന്താ പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് അവർക്ക് ആത്മീയമായി ദൈവസന്നിധിയിൽ ഈ കൃപാസനത്തിന് അടുത്ത് വന്ന് ദൈവത്തോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതിനുള്ള പ്രിവിലേജ് ഒരു വലിയ പ്രിവിലേജ് ലഭിച്ചിട്ടുണ്ട്. അത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ
19-24 വരെ വായിക്കുമ്പോൾ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് തുറന്ന പുതുവഴിയായി നമുക്ക് തന്റെ രക്തത്താൽ ദൈവസന്നിധിയിലേക്ക് പ്രവേശനവും ദൈവാലയകാലത്തിൽ ഒരു മഹാപുരോഹിതന് നമുക്കുണ്ട്. അപ്പോ ആരോട് ചെന്ന് എന്റെ കാര്യം പറയും? എങ്ങനെ എൻ്റെ കാര്യം സാധിക്കും? എൻ്റെ കാര്യം എങ്ങനെ നടക്കും എന്ന് ഭാരപ്പെടുന്ന, വ്യസനിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചോളം അവർക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. എന്താ അവർക്ക് വലിയ പ്രത്യാശ എന്നറിയാമോ? അവരുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ചെല്ലാം. എങ്ങനെ ചെല്ലാം? രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാം. രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൃപാസനത്തിന് അടുത്ത് വരെ വരാനുള്ള പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിൻ്റെ രക്തം എന്ന് എപ്പോഴും പറയുന്നത്. മാത്രമല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. അത്രയുമല്ല, ഈ കൃപയിലേക്ക് യേശു ക്രിസ്തു മൂലം പ്രവേശനം ലഭിച്ചു. തൻ്റെ രക്തത്താൽ പ്രവേശനം ലഭിച്ചു. ദൈവ കൃപയിൽ ആശ്രയിക്കുന്നതിന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ പെർമിഷനാണെന്ത്? തൻ്റെ രക്തം എന്ന് പറയുന്നത്. അപ്പൊ യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത് സംസാരിക്കുന്ന രക്തമാണ്. മാത്രമല്ല, ഈ രക്തം ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാണ്. അത് യെശയ്യാ പ്രവചനം, അത് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്. ആത്മാവ്, വെള്ളം, രക്തം. ഞാൻ ദൈവവൈതനാണെന്ന് ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, സ്വർഗത്തിൽ ഒരാൾ അതിന് സാക്ഷി നിൽക്കണം. ആരാ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഞാൻ ദൈവതലൻ സാക്ഷി നിൽക്കുന്നത്? 1, എന്നിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയും ഇവൻ ദൈവവൈതനാണെന്ന്. 2, എന്നെ സ്നാനപ്പെടുത്തിയ സ്നാന ജലം ദൈവത്തോട് സാക്ഷി പറയും ഞാൻ ഇവനെ സ്നാനപ്പെടുത്തിയതാണെന്ന്. എന്നെ രക്ഷിച്ച, വിടുവിച്ച, വീണ്ടെടുത്ത, ശുദ്ധീകരിച്ച, ശക്തീകരിച്ച, സംരക്ഷിക്കുന്ന, മുദ്ര കുത്തിയിരിക്കുന്ന യേശുവിന്റെ രക്തം സ്വർഗത്തിൽ സാക്ഷി പറയും ഇവൻ ദൈവവൈതനാണെന്ന്. ഇത്തരം പേരുടെ സാക്ഷി ഉണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളൂ. ഞാൻ ഈ ചെറിയ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, എന്തിനാ ഞങ്ങളുടെ രക്തത്തിൽ ആശ്രയിക്കുന്ന? രക്തത്തിന്റെ ശക്തി. ഈ രക്തത്തിന്റെ ശക്തിയാ ഞങ്ങളെ നിലനിർത്തുന്നത്. ഈ രക്തത്തിന്റെ ശക്തിയാ ഞങ്ങളെ നിലനിർത്തുന്നത്. തീർന്നില്ല. ഈ രക്തത്തിന്റെ മെയിൻ ഫങ്ഷൻസോടെ പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക്സ് അവസാനിപ്പിക്കാം കേട്ടോ. ഈ രക്തത്തിന്റെ മെയിൻ ശക്തി എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് ഈ രക്തത്തിന്റെ ശക്തിയാൽ സംഭവിക്കുന്നത്. അതിൽ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ രക്തം it brought me out of the power of Satan and sin and world. യാത്സ എന്നതിന്റെ റൂട്ട് വേർഡ് പാപത്തിന്റെ, സാത്താന്റെ പിടിയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് ഈ രക്തത്തിന്റെ ശക്തിയാണ്. ഇറ്റ് ഡെലിവർ മീ, എന്നെ വിടുവിക്കുന്ന രക്തമാണിത്. 3, ഇറ്റ് റിഡീംഡ് മീ, വീണ്ടെടുപ്പിന്റെ രക്തമാ. ഈ വീണ്ടെടുപ്പ് ജീവിതത്തിൽ അനുഭവിച്ചുള്ള ദൈവങ്ങൾക്കൊരു പാട്ടുണ്ട്, വീണ്ടെടുപ്പിന്റെ ഗാനം. ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, കുഞ്ഞാടിൻ വിലയേറിയ രക്തത്തിൽ മറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടു. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഒരു ദിവസം ഈ രക്തത്തിന്റെ ശക്തി എന്റെ ദൈവസന്നിധിയിലെത്തിക്കും. അതുകൊണ്ടാണ് കുഞ്ഞാടിൻ വിലയേറിയ നിണത്തിൽ മറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പാടുന്ന ആള് പറയുന്നത്. അടുത്ത പാട്ടെന്നറിയാമോ? രക്തത്തിൻ ഫലമായി വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങൾ, കോടാനുകോടി യുഗങ്ങൾ.
സ്വർഗത്തിൽ ഞങ്ങളെ വാഴുന്നതിന്, ഞങ്ങളെ അവിടം വരെ എത്തിക്കുവാൻ ശക്തിയുള്ളത് കുഞ്ഞാടിന്റെ രക്തമാണ്. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, ട്രൈ 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 ട്രൈ. ലോകത്തിലെ സകല ഡോക്ടറും എഴുതി തള്ളുന്ന രോഗമാ നിന്നെ ബാധിച്ചിരിക്കുന്നെങ്കിൽ, അങ്ങനെ രോഗം ബാധിച്ചൊരു മനുഷ്യനാണ് ഞാൻ. കുഞ്ഞാടിന്റെ രക്തത്തിൽ മറയാൻ കഴിഞ്ഞാൽ ആ രക്തത്തിന്റെ ശക്തി അടിപ്പിണറുകളിൽ നിന്ന് ഒഴുകിയിറങ്ങി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിയിറങ്ങിയ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ നിമിഷം നിന്നെ സൗഖ്യമാക്കും. പാപത്തിന്റെ ബന്ധത്തിൽ വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുഞ്ഞാടിന്റെ ചോരയ്ക്കുള്ളിൽ മറഞ്ഞു, ഈ ചോരയ്ക്കുള്ളിൽ പിന്നിൽ മറഞ്ഞു നിനക്ക് വിടുതലുണ്ട്. ദൈവമായി സമാധാനമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ രക്തത്തിൽ കൂടെ ദൈവമായി സമാധാനമുണ്ട്. മറുപടിയില്ലാത്ത വിഷയങ്ങളാണ് നിന്റെ മുമ്പിലുള്ളെങ്കിൽ, പരിഹാരമില്ലാത്ത വിഷയമാണ് നിന്റെ മുൻപിലുള്ളെങ്കിൽ, ഈ രക്തത്തിൽ ആശ്രയിച്ച് എൻ്റെ കൃപാസനത്തിന് അടുത്ത് വരാം. രക്തത്തിൽ ആശ്രയിച്ച് കൃപാസനത്തിന് അടുത്ത് വരാം. നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. ലോകത്തെ ജയിക്കണം, സാത്താനെ ജയിക്കണം, പാപത്തെ ജയിക്കണം, ഒരു ജയജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രക്തത്തിന്റെ ശക്തിയാൽ അതിന് കഴിയും. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിயின் വചനം ഹേതുവായും സാത്താനെ ജയിച്ചു. നിത്യനരകത്തിലല്ല, സ്വർഗത്തിലാണ് ചെന്നെത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രക്തത്തിന് ശക്തിയുണ്ട്. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങൾ. അതിനാഗ്രഹമുള്ളവർക്ക് ഈ രക്തത്തിൽ ആശ്രയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.